അസ്സലാമലൈക്കും. ഈ വീഡിയോക്ക് കുറച്ച് പ്രത്യേകത കേട്ടോ. എന്നും സാധാരണ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യല. ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് ഞാൻ ന്യൂട്രി ദോശൻ്റെ ഒരു പൊടി വിൽക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇതിൽ കോൺടാക്ട് ചെയ്യാൻ ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വേണ്ട ആൾക്കാർക്ക് കാണാം കേട്ടോ. ഇത് ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെയാണ് ഈ ദോശ ചെയ്യണത് കാണിച്ചിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടവർക്ക് കാണും ചെയ്യുക. അത് അടിപൊളി ദോശയായിട്ട് എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കുക. ഇത് മില്ലറ്റ് ദോശ, ന്യൂട്രി ദോശ ഉണ്ടോ. ഇത് ഒരുപാട് മിക്സിങ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സാണിത്. ഇത് ദോശയും കൂടി ഉണ്ടാക്കിയ റെഡി ടു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശൻ്റെ മിക്സാണിത്. ഇതിൽ ഒരുപാട് ഐറ്റംസ് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അല്ലാത്ത ആൾക്കാർക്കും അരി ഭക്ഷണം വേണ്ടാത്ത ആൾക്കാർക്കൊക്കെ പറ്റുന്ന ദോശയാണിത്. എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ദോശയുടെ ഒരുപാട് ഗുണമുള്ളതാണ്. ഇത് 1-2 ദോശ നമുക്ക് രാവിലെ വൈകുന്നേരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമുക്ക് സാധാ ചോറും കഴിക്കുക. ഇത് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഈ ന്യൂട്രി ദോശ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യുക, അപ്പം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-2 മണിക്കൂർ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് നമുക്ക് ചൂടാൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡി ടു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശൻ്റെ മിക്സാണിത്. ഇത് സ്വർഗം ദോശ. നമ്മളെല്ലാം ഞാൻ പേര് ചെയ്തിട്ട് ഞാൻ മാറിപ്പോണ്ട്. ഇതേപോലെ തന്നെ ഒരുപാട് മിക്സ് വരുന്നൊരു ദോശൻ്റെ മിക്സാണ്. ഇതും തന്നെ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ദോശ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സാണിത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 മണിക്കൂർ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ സൗകര്യം പോലെ ഇങ്ങോട്ട് നമ്മൾ ഒന്നും കൂടി സോഫ്റ്റായിട്ട് വരും. അങ്ങോട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ അടിപൊളിയാണ്. ഇതുപോലെ എല്ലാവർക്കും തന്നെ മില്ലറ്റ് ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് മില്ലറ്റ് ദോശ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് 3 തന്നെ റെഡി ടു പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ദോശൻ്റെ മിക്സാണ് ഇത്. ഇതേപോലെ നമ്മൾ ഈ അരി ഭക്ഷണം വേണ്ടാത്ത ആൾക്കാർക്ക് മില്ലറ്റ് ദോശയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. രാവിലെയും വൈകുന്നേരമൊക്കെ നമുക്ക് ദോശ വേണമെങ്കിൽ ഇത് രണ്ടും തന്നെ നല്ല അടിപൊളി ദോശയാണ്. മില്ലറ്റ് ഉണ്ടാവും. ഇത് ന്യൂട്രി ദോശൻ്റെ, ഇത് സ്വർഗം. ഇതിൻ്റെ തന്നെയാണ് ഇനി രാഗി ദോശ എൻ്റെ അടുത്തുണ്ട്. ഇതും ഇതേ സെയിം തന്നെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ദോശൻ്റെ മിക്സാണ്. പിന്നെ ഈ മില്ലറ്റിൻ്റെ ഉപ്മാവുണ്ട്. ഉപ്മാവ് നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കണം അതേപോലെ ഉപ്മാവ് ഉണ്ടാക്കുക. നമ്മൾ വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ ചേർക്കുക, ചിക്കൻ ചേർത്തിട്ട് ഉണ്ടാക്കുക. അല്ലാതെ നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കൂലേ അതേപോലെ ഇതൊക്കെ ഉണ്ടാക്കുക. നല്ല അടിപൊളി, നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റുമാണിത്. ഇത് സ്വർഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുട്ടാണ്. പുട്ട് നമ്മൾ സാധാരണ പുട്ട് എങ്ങനെ ഉണ്ടാക്കണം അതേപോലെ ഈ പുട്ട് ഇതേപോലെ ഉണ്ടാക്കുക. നല്ല അടിപൊളിയാണ് കേട്ടോ ഈ പുട്ട്. നമ്മൾ ടേസ്റ്റ് ഇല്ല വിചാരിക്കില്ല, നല്ല ടേസ്റ്റാണ്. ഇതിന് നമ്മൾ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണിത്. പേൾ മില്ലറ്റിൻ്റെ പുട്ടുപൊടിയാണിത്. അതും ഇതേപോലെ തന്നെ നമ്മൾ ഈ സ്വർഗം പുട്ടുണ്ടാക്കില്ല അതേപോലെ തന്നെ ഇത് സാധാരണ നമ്മൾ പുട്ട് എങ്ങനെ നനക്കണം അതേപോലെ തന്നെ പുട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് ഐറ്റം ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. ഇതിന് വേണ്ട ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അധികം സ്റ്റോക്കൊന്നുമില്ല, പെട്ടെന്ന് വേണ്ട ആൾക്കാർ എത്തിച്ചേരും. അല്ലാത്ത ആൾക്കാർക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. ന്യൂട്രി ദോശൻ്റെ ബാറ്റർ കേട്ടോ. ഇത് ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കലക്കി വെച്ചതാണിത്. ഇത് ഞാൻ ഇതേപോലെ നല്ല ചൂടായ ഒരു കല്ലിൽ ഇതേപോലെ ഒരു തവി ഒഴിച്ച് ഇതേപോലെ ചുറ്റെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല ദോശയായിരിക്കും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മളിവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്രിസ്പി ദോശ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. നിങ്ങൾക്ക് കണ്ടാലും അറിയാലോ ശരിക്കും നല്ല നമ്മൾ ദോശ എങ്ങനെ ചെയ്യണം അതേപോലെയാണ് ഇതിൻ്റെ ഇത്. പിന്നെ കുറച്ച് നെയ്യ് പുരട്ടുണ്ട്, വേണ്ട ആൾക്കാർക്ക് നെയ്യ് പുരട്ടി എടുക്കുക കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യം കഴിച്ച് നോക്കുക. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ആയിട്ട്. നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ, ഇനി തേൻ കൂട്ടി കഴിക്കുക, ചട്നി കൂട്ടി കഴിക്കുക, നമുക്ക് ഏത് കറി വേണമെങ്കിലും ചിക്കൻ കറിൻ്റെ കൂടെ ആയാലും വെറുതെ തേങ്ങാപ്പാലിൽ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. നല്ല തിന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങിച്ച് നോക്കിയിട്ട് കഴിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ കഴിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. വേണ്ട ആൾക്കാർക്ക് ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ അടുത്ത വീഡിയോയിലിടുന്നുണ്ട്.